ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐഫർ എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് UGC നെറ്റ് എക്കണോമിക്സിലെ വളരെ ഇമ്പോർട്ടൻറ്റ് മൊഡ്യൂളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് എക്കണോമിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് തിയറീസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് തിയറീസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ഫസ്റ്റ് തിയറി ആയിട്ടുള്ള ആഡം സ്മിത്ത് തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ക്ലാസിക്കൽ തിയറീസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. സോ ക്ലാസിക്കൽ ഐഡിയാസ് നമുക്കറിയാം. ക്ലാസിക്കൽസ്, കെയ്നീഷ്യൻസ്, ഇങ്ങനെ നിയോ ക്ലാസിക്കൽസ്, ഇങ്ങനെ ഒരുപാട് ഡിസ്റ്റിങ്ഷൻസ് ഉണ്ട് അല്ലേ എക്കണോമിക്സിൽ. അപ്പോൾ ആദ്യം നമ്മൾ ക്ലാസിക്കൽസിനെ കുറിച്ചാണ് പഠിക്കാറുള്ളത്. സോ വാട്ട് ഈസ് ക്ലാസിക്കൽസ്? ഓക്കെ, വാട്ട് ഈസ് ക്ലാസിക്കൽസ്? ക്ലാസിക്കൽസിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യുന്നത് അവരുടെ ഐഡിയാസ് വെച്ചിട്ടാണ്. എന്തെല്ലാമാണ് അവരുടെ ഐഡിയാസ്? നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിന്റ് ഔട്ട് ചെയ്യാം. വൺ ഈസ് ലേസസ് ഫെയർ. ലേസസ് ഫെയർ മീൻസ് നോ മാർക്കറ്റ് ഇൻ്റർവെൻഷൻ ബൈ ഗവൺമെൻറ്. നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഇൻ ദ മാർക്കറ്റ്. അതായത് മാർക്കറ്റിൽ ആര് പാടില്ല? ഒരു അതോറിറ്റി വന്നിട്ട് ഇൻ്റർവെയിൻ ചെയ്യാൻ പാടില്ല. ഓക്കെ, ദാറ്റ് ഈസ് ലേസസ് ഫെയർ പോളിസി. ദെൻ ക്യാപിറ്റൽ അക്യുമുലേഷൻ. ക്യാപിറ്റൽ ഷുഡ് ബി അക്യുമുലേറ്റഡ്. സോ ദർ ആർ മോർ ഇമ്പോർട്ടൻസ് ടു ദ ക്യാപിറ്റൽ അക്യുമുലേഷൻ. ദെൻ പ്രോഫിറ്റ്. ഓക്കെ, പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഉണ്ടെങ്കിലാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാവുക എന്നാണ് അവരുടെ അസംഷൻ. ദെൻ ഡിക്ലൈനിങ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എല്ലാ കാലവും കൂടില്ല, അത് കുറഞ്ഞുകൊണ്ടിരിക്കും. ആൻഡ് ബിക്കംസ് എ സ്റ്റേഷനറി സ്റ്റേറ്റ്. ഇപ്പോൾ ക്ലാസിക്കൽസിൻ്റെ ഐഡിയാസിൽ ഒരു കോമൺ ആയിട്ടുള്ള നേച്ചറാണിത്. അപ്പോൾ എന്തൊക്കെയാണ് ക്ലാസിക്കൽസിൻ്റെ ഐഡിയാസ് എന്നുള്ള ചെറിയൊരു പോയിന്റ് ഔട്ട് മാത്രമാണ് ഇവിടെ ചെയ്തത്. ഇനി ആരൊക്കെയാണ് ഈ ക്ലാസിക്കൽസിൽ പെടുന്നത്? ഓക്കെ, വൺ ഈസ് ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ലാസിക്കൽസിൽ വരുന്നത്. ദെൻ തോമസ് മാൽത്യൂസ്, ദെൻ ഡേവിഡ് റിക്കാർഡോ, ജോൺ സ്റ്റുവാർട്ട് മിൽ. ഓക്കെ, ഒരുപാട് പേരുണ്ട്. ജെഎസ് മില്ല്, ജെബിസെ, മാൽത്യൂസ്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. സോ ഇമ്പോർട്ടൻ്റ് ആയ ആളുകളെ ഒന്ന് നമ്മൾ ലിസ്റ്റ് ചെയ്തു. അവരുടെ ഇമ്പോർട്ടൻ്റ് ഐഡിയാസും നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ്. ദെൻ ക്ലാസിക്കൽ തിയറീസ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. The classical school of economic thought was formalized by Adam Smith, Malthus, Ricardo and Mill. Okay, Adam Smith, Malthus, Ricardo, Mill say, okay, who developed the classical theory of development. ഇവരുടെ ഐഡിയാസിൽ ചെറിയ ചെറിയ ഡിസ്റ്റിങ്ഷൻസ് ഉണ്ടെങ്കിലും ഓവറോൾ നമ്മളിപ്പോൾ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള ആ പോയിന്റ്സ് തന്നെയാണ് അവരുടെ മെയിൻ ഐഡിയാസ് ഉള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മാൽത്യൂസും മില്ലും ഡിമാൻഡ് സൈഡിനെയാണ് എംഫസൈസ് ചെയ്തതെങ്കിൽ റിക്കാർഡോയും സേയും സപ്ലൈ സൈഡിനെയാണ് എംഫസൈസ് ചെയ്തത്. ഓർ മാൽത്യൂസ്, മിൽ അവർ ഡിമാൻഡ് സൈഡിനെയാണ് എംഫസൈസ് ചെയ്തത്. ആൻഡ് റിക്കാർഡോ സേ എന്നിവർ എംഫസൈസ് ചെയ്തത് എന്താണ്? സപ്ലൈ സൈഡ്. ഓക്കെ, അതാണ് ഇവിടെ ഓർത്ത് വെക്കാനുള്ള ഒരു മെയിൻ പോയിന്റ്. നെക്സ്റ്റ് ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഈ ക്ലാസിക്കൽ എക്കണോമിസ്റ്റുകളുടെ വർക്കിൻ്റെ ക്രോണോളജി. സോ നമുക്കതൊന്ന് നോക്കാം. ആഡം സ്മിത്തിൻ്റെ വർക്കാണ് ആൻ എൻക്വയറി ഇൻ ടു ദ നാച്ചർ ആൻഡ് കോസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ്. ദ ഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും. നമ്മൾ എക്കണോമിക്സ് പഠിക്കുന്ന കാലം മുതലേ അതാണ് ആദ്യം മുതൽ പഠിച്ചു വരുന്നത് അല്ലേ? 1776. ഓക്കെ, ദാറ്റ് ഈസ് വെൽത്ത് ഓഫ് നേഷൻസ് ഇറങ്ങിയ ആ ഒരു കാലഘട്ടം. ദെൻ ജീൻ ബാപ്പിസെ ഓർ ജെബിസെ ട്രീറ്റീസ് ഓൺ പൊളിറ്റിക്കൽ എക്കണോമി 1803. ഡേവിഡ് റിക്കാർഡോ ദ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ എക്കോണമി ആൻഡ് ടാക്സേഷൻ 1817. ദെൻ മാൽത്യൂസിൻ്റെയും ജെഎസ് മില്ലിൻ്റെയും വർക്കുകളുടെ പേരൊന്നാണ്, ഇയർ ഡിഫറെൻറ്റ്, 1820 ആൻഡ് 1848. സോ ദ ക്രോണോളജി 1776, 1803, 1817, 1820, 1848. സോ ഇത് രണ്ട് തരത്തിൽ ക്വസ്റ്റ്യൻ ചോദിക്കും. ക്രോണോളജി ഓർഡർ ആക്കാൻ തന്നെയുള്ള ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും എന്ന് വെച്ചാൽ, ഒന്നുകിൽ ഇവർ ഈ ഒരു എക്കണോമിസ്റ്റുകളെ ക്രോണോളജി ഓർഡർ ചോദിക്കും, അല്ലെങ്കിൽ അവരുടെ വർക്കിൻ്റെ ക്രോണോളജി ചോദിക്കാം, അല്ലെങ്കിൽ അവരുടെ വർക്കുകളുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും ഐഡിയാസ്, ഓക്കെ, എന്തെങ്കിലും സ്പെസിഫിക് ഐഡിയാസ് തന്നിട്ട് അതിനെയും ക്രോണോളജി ആക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. സോ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ഒരു ക്രോണോളജിയുടെ ക്വസ്റ്റ്യൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ്. അപ്പോൾ ആഡം സ്മിത്തിൻ്റെ തിയറിയിലോട്ട് ഇനി നമുക്ക് സ്പെസിഫിക് ആയിട്ട് കിടക്കാൻ പോവാണ് കേട്ടോ. സ്മിത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, സ്മിത്ത് ഒരു സപ്ലൈ സൈഡ് ഡ്രിവൺ മോഡൽ ഓഫ് ഗ്രോത്തിനെയാണ് എംഫസൈസ് ചെയ്യുന്നത്. അദ്ദേഹം സപ്ലൈ സൈഡിനെ കുറിച്ചാണ് മെയിനായിട്ട് പറയുന്നത്. ആൻഡ് വൈ or output equal to function of
LKT. What is L? L is labor, K is capital, and T is land. T is land, not technology. T is land. സോ ഒരു കാര്യം നോക്കുക, നമ്മൾ പൊതുവെ ഒരു ഗ്രാഫ് വരക്കുന്ന സമയത്ത് ദിസ് ഇസ് വൈ ആക്സിസ്, ദിസ് ഇസ് എക്സ് ആക്സിസ്, ആൻഡ് നമ്മൾ എന്താ പറയാറുള്ളത്? y ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് എക്സ് അല്ലേ? ഈ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്താണുള്ളത്? എൽ, ലേബർ, ക്യാപിറ്റൽ ആൻഡ് ലാൻഡ്. ഓക്കെ, സോ y എന്താണ്? ഔട്ട്പുട്ട് ഗ്രോത്ത് ആണ്. ഓക്കെ, ഔട്ട്പുട്ട്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻ ഓഫ് ലേബർ, ക്യാപിറ്റൽ ആൻഡ് ലാൻഡ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. സോ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷനേ ആയിട്ടുള്ളൂ. സോ ഔട്ട്പുട്ട് ഗ്രോത്തിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പം വൈ ഔട്ട്പുട്ട് ഗ്രോത്തിനെ നമ്മൾ GY എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. GY, ഓക്കെ, ഗ്രോത്ത് ഓഫ് ഔട്ട്പുട്ട്. ദെൻ എൽ, ലേബറിൻ്റെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് പോപ്പുലേഷൻ ഗ്രോത്ത്. സോ അതിനെ നമ്മൾ GL എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പോപ്പുലേഷൻ ഗ്രോത്തിനെ GL എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ദെൻ ക്യാപിറ്റലിൻ്റെ ഗ്രോത്ത് എന്താണ്? അഥവാ K, അതിൻ്റെ ഗ്രോത്ത് എന്താണ്? ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുക മീൻസ് ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുക എന്നുള്ളതാണ്. സോ ആ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ GK അഥവാ ക്യാപിറ്റൽ ഗ്രോത്ത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് T, ലാൻഡിൻ്റെ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ GT ഇവിടെ ഉദ്ദേശിക്കുന്നത് കോൺക്വറിങ് ഓഫ് മോർ ലാൻഡ് ലൈക്ക് കോളനൈസേഷൻ എക്സെട്ര. ഓക്കെ, അതാണ് നമ്മൾ ലാൻഡിൻ്റെ ഗ്രോത്ത് ഉണ്ട്. ആൻഡ് ഇവിടെ മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, GF, ദാറ്റ് ഈസ് ഓവറോൾ പ്രൊഡക്ടിവിറ്റി. ഓക്കെ, ഓവറോൾ പ്രൊഡക്ടിവിറ്റി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ജസ്റ്റ് നോക്കാം. ഇക്വേഷൻ, ദ ഫൈനൽ ഇക്വേഷൻ ഇസ് GY ഈക്വൽ ടു ഫങ്ഷൻ ഓഫ് GF, GK, GL, GT. ഓക്കെ, നെക്സ്റ്റ് assumptions of Adam Smith theory. The most important assumption is population is endogenous. What is endogenous and exogenous? Endogenous means within the model. So population is endogenous or within the model. It depended on the sustenance availability to accommodate the increasing workforce. Increasing workforce എന്ന് പറയുമ്പോൾ ലേബർ ഇൻക്രീസ് ചെയ്യുക മീൻസ് പോപ്പുലേഷൻ ഗ്രോത്ത് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റും എന്താണ്? എൻഡോജീനിയസ് ആണ് അഥവാ ക്യാപിറ്റൽ ഗ്രോത്ത്. അത് മെയിൻലി ഡിറ്റർമിൻഡ് ബൈ റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് മോസ്റ്റ്ലി ബൈ ക്യാപിറ്റലിസ്റ്റ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അസംഷൻസിൽ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, സേവിങ്സ് എപ്പോഴും ക്യാപിറ്റലിസ്റ്റുകൾക്ക് മാത്രമേ സാധ്യമായിട്ടുള്ളൂ. ലേബേഴ്സിന് സബ്സിസ്റ്റൻസ് വേജ്, അവർക്ക് നിലനിന്ന് പോകാനുള്ള വേജ് മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ഒരിക്കലും സേവ് ചെയ്യാൻ കഴിയില്ല, അഥവാ വർക്കേഴ്സിന് സേവ് ചെയ്യാൻ കഴിയില്ല, ക്യാപിറ്റലിസ്റ്റിന് മാത്രമാണ് സേവ് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എൻഡോജീനിയസ് ആണ്. അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് മോസ്റ്റ്ലി ബൈ ക്യാപിറ്റലിസ്റ്റ്. ഓക്കെ, ദെൻ ലാൻഡ് ഗ്രോത്ത് ആയിട്ട് ഇവിടെ പറയുന്നത് കോൺക്വസ്റ്റ് ഓഫ് ന്യൂ ലാൻഡ് ഓർ കോളനൈസേഷൻ. ഓക്കെ, കോളനൈസേഷനിൽ അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ കോൺക്വസ്റ്റ് ഓഫ് ന്യൂ ലാൻഡ് എന്നുള്ള കൺസെപ്റ്റ്. അത് അവരുടെ ഔട്ട്പുട്ട് ഗ്രോത്തിലേക്ക് കാരണമാകും. മാത്രമല്ല ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഓഫ് ഫെർട്ടിലിറ്റി ഓഫ് ഓൾഡ് ലാൻഡിലും അവർക്ക് ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെൻറ്റിലൂടെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ കഴിയും. ദെൻ ടെക്നോളജിക്കൽ പ്രോഗ്രസ് കുഡ് ഓൾസോ ഇൻക്രീസ് ഗ്രോത്ത്. Overall, Smith's famous thesis that division of labor or specialization. ആഡം സ്മിത്തിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ് ഡിവിഷൻ ഓഫ് ലേബറും സ്പെഷ്യലൈസേഷനും. എന്താണ് ഡിവിഷൻ ഓഫ് ലേബർ? എന്താണ്? ഒരു കമ്പനിയിൽ ഒരുപാട് ജോലിക്കാരുണ്ട്, ഓരോരുത്തർക്കും സ്പെസിഫിക്കലി അവരുടെ ജോലികൾ അസൈൻ ചെയ്ത് കൊടുത്താൽ അത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. മാത്രമല്ല അവർക്ക് അതിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്പെഷ്യലൈസ് ചെയ്യാനും പറ്റും. ഈ ഒരു സ്പെഷ്യലൈസേഷനിലൂടെ ആളുകൾക്ക് അതിൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനും അവരുടെ ടൈം എന്ത് ചെയ്യാൻ പറ്റും? കുറക്കാനും പറ്റും. കുറഞ്ഞ സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അവരുടെ പ്രൊഡക്ടിവിറ്റി കൂടും. അതാണ് സ്പെഷ്യലൈസേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്പെഷ്യലൈസേഷൻ എവിടെ നിന്നാണ് വരുന്നത്? ഡിവിഷൻ ഓഫ് ലേബറിൽ നിന്നാണ് വരുന്നത്. അതാണ് സ്മിത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം കേട്ടോ. ദെൻ നമുക്കറിയാം ഇൻ്റർനാഷണൽ ട്രേഡ് ആസ് ആൻ എൻജിൻ ഓഫ് ഗ്രോത്ത് ആയിട്ടാണ് ക്ലാസിക്കൽസ് മെയിൻലി സ്മിത്ത് കണക്കാക്കിയത്. അതിൻ്റെ കാരണം എന്തായിരുന്നു? ഈ ഒരു സ്പെഷ്യലൈസേഷനും ഡിവിഷൻ ഓഫ് ലേബറും ആയിരുന്നു. നമുക്കറിയാം ഇൻ്റർനാഷണൽ എക്കണോമിക്സിൽ നമ്മൾ ആഡം സ്മിത്തിൻ്റെ തിയറി, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. സോ അവിടെയും ഡിവിഷൻ ഓഫ് ലേബറും സ്പെഷ്യലൈസേഷനും സ്പെഷ്യലി എംഫസൈസ് ചെയ്ത് തന്നെ പറയുന്നുണ്ട്. അതിനെ തന്നെയാണ് നമ്മൾ ഇവിടെ ഡെവലപ്മെൻറ്റിലും ഇവിടെ കൊണ്ടുവരുന്നത്. ദെൻ ഹി ഓൾസോ അസ്യൂംഡ് ദ എക്സിസ്റ്റൻസ് ഓഫ്
പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. മാർക്കറ്റ് കണ്ടീഷൻ എന്താണ്? പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ദർ ഇസ് നോ മൊണോപ്പൊളി, ദർ ഇസ് നോ ഡുവോപ്പൊളി, ദർ ഇസ് നോ ഒളിഗോപ്പൊളി, ദർ ഇസ് നോ മൊണോപ്പൊളിസ്റ്റിക് കോമ്പറ്റീഷൻ അറ്റ് ഓൾ, ദർ ഇസ് ഓൺലി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഇത് എന്താണ്? അസംഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് ദെൻ ഫീച്ചേഴ്സ്. അപ്പോൾ ആദം സ്മിത്തിൻ്റെ നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലാസിക്കൽസിൻ്റെ ഐഡിയാസ് മെയിനായിട്ട് ഇങ്ങനെ പോയിന്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ. ഇനി ആദം സ്മിത്ത് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, അദ്ദേഹത്തിൻ്റെ തിയറിയിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ്സ് എന്ന് പറയുമ്പോൾ നാച്ചുറൽ ലോ, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ. അപ്പോൾ നേരത്തെ പറഞ്ഞതിലേക്ക് കണക്ട് ചെയ്യണം കേട്ടോ. നാച്ചുറൽ ലോ നേരത്തെ പറഞ്ഞ ലേസസ് ഫെയറിലോട്ട് കണക്ട് ചെയ്യണം, അഥവാ നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്നുള്ള ആ ഒരു കാര്യത്തിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ദെൻ ഡിവിഷൻ ഓഫ് ലേബർ, നമ്മൾ ഓൾറെഡി കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു എന്ത്? ഡിവിഷൻ ഓഫ് ലേബറും സ്പെഷ്യലൈസേഷനാണ് അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്. ദെൻ ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഗ്രോത്ത് ഏജൻസ് ആയിട്ട് അദ്ദേഹം 3 വിഭാഗത്തിനെ പറയുന്നുണ്ട്, നമുക്ക് പറയാം. ദെൻ ഗ്രോത്ത് പ്രോസസ്സ് എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. ദെൻ ഫൈനലി സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നതും ആദം സ്മിത്ത് പറയുന്നുണ്ട്. സോ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് നാച്ചുറൽ ലോ. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്ത് ചെയ്യണം? നമ്മളിതൊന്ന് കണക്ട് ചെയ്യണം. സോ ലേസസ് ഫെയർ, ദാറ്റ് മീൻസ് നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ, ലേസസ് ഫെയർ. ആൻഡ് സെൽഫ് ഇൻട്രസ്റ്റ് ലീഡ്സ് ടു ഡെവലപ്മെൻറ്റ്. ആദം സ്മിത്ത് എന്താണ് പറയുന്നത്? എവറി പേഴ്സൺ അയാളുടെ സ്വന്തം ഇൻട്രസ്റ്റിനനുസരിച്ച് ആണ് പ്രൊഡക്ഷൻ നടത്തേണ്ടതും അത് അവനവൻ്റെ അഡ്വാൻറ്റേജിനനുസരിച്ചാണ് എന്ത് ചെയ്യേണ്ടത്? അവരെ വിട്ടുകൊടുക്കണം. അവരുടെ ഇൻട്രസ്റ്റിനനുസരിച്ച് അവരെ പ്രൊഡക്ഷൻ നടത്താനും സപ്ലൈക്കും എന്ത് ചെയ്യണം? വിട്ടുകൊടുക്കണം. സോ ഇൻഡിവിജ്വൽ സെൽഫ് ഇൻട്രസ്റ്റ് ഈസ് ഗൈഡഡ് ബൈ ഇൻവിസിബിൾ ഹാൻഡ്. ക്ലാസിക്കൽസിൻ്റെ ഐഡിയാസ് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാനുള്ളതാണ് ഇൻവിസിബിൾ ഹാൻഡ്. ആക്ച്വലി ഇൻവിസിബിൾ ഹാൻഡ് എന്താണ്? മാർക്കറ്റ് ഫോഴ്സ് ആണ് അല്ലേ. വിച്ച് ആർ ദ മാർക്കറ്റ് ഫോഴ്സസ്? ഡിമാൻഡ് ആൻഡ് സപ്ലൈ. സോ ഈ ഡിമാൻഡ് ഫോഴ്സ് ആൻഡ് സപ്ലൈ ഫോഴ്സ് എന്ത് ചെയ്യും? അവിടെ ഓട്ടോമാറ്റിക്കലി വർക്ക് ചെയ്യും, അഥവാ അവിടെ ഒരു ഇൻവിസിബിൾ ഹാൻഡ് വർക്ക് ചെയ്യും. ആൻഡ് നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ മീൻസ് ലേസസ് ഫെയർ. ഓക്കെ, സോ അതാണ് നാച്ചുറൽ ലോ ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഡിവിഷൻ ഓഫ് ലേബർ. നമ്മൾ പറഞ്ഞു ഡിവിഷൻ ഓഫ് ലേബർ എന്തിലേക്ക് നയിക്കും? സ്പെഷ്യലൈസേഷനിലേക്ക് നയിക്കും. ഓക്കെ, ആൻഡ് ഡിവിഷൻ ഓഫ് ലേബർ എന്തിലേക്ക് നയിക്കും? പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും കാരണമാകും. ഓക്കെ, ദെൻ ഡിവിഷൻ ഓഫ് ലേബർ ഓൾസോ റിസൾട്ട്സ് ഇൻ ദ ഗ്രേറ്റസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ പ്രൊഡക്റ്റീവ് പവർ ഓഫ് ദ ലേബർ. ഇനി ഈ ഒരു പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ ദ ഇൻക്രീസ് ഇൻ ദ ഡെക്സ്റ്റിറിറ്റി ഓഫ് എവറി വർക്കർ, ഓരോ വർക്കറിൻ്റെയും കഴിവ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ സേവിങ് ടൈം ടു പ്രൊഡ്യൂസ് ഗുഡ്സ്, കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഗുഡ്സ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവ് അവർ ആർജിച്ചെടുക്കും. ദെൻ ഇൻവെൻഷൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലേബർ സേവിങ് മെഷീൻസ്, ഒരാൾ ഒന്നിൽ തന്നെ സ്പെഷ്യലൈസ് ചെയ്യുന്നു. ആ ലേബർ സേവിങ് മെഷീൻസ് അതിൻ്റെ ഇൻവെൻഷൻസിലേക്കും ഇതെന്ത് ചെയ്യുന്നു? നയിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് ഈസ് ക്യാപിറ്റൽ അക്യുമുലേഷൻ. സ്മിത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആദം സ്മിത്ത് പറയാണ് ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അത് ക്യാപിറ്റലിസ്റ്റുകൾ മാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അഥവാ സേവ് ചെയ്യുന്നത്. ആർക്ക് സേവ് ചെയ്യാൻ പറ്റുന്നില്ല? വർക്കേഴ്സിന് സേവ് ചെയ്യാൻ പറ്റുന്നില്ല. ആക്ച്വലി ഇതൊരു ക്രിറ്റിസിസം കൂടിയാണ് കേട്ടോ. ആദം സ്മിത്തിൻ്റെ വർക്കിൻ്റെ ക്രിറ്റിസിസം ചോദിച്ചാലും അതേപോലെ പ്രത്യേകത ചോദിച്ചാലും ഇത് നമുക്ക് പറയാൻ പറ്റും. സ്മിത്ത് ബിലീവ്ഡ് ദാറ്റ് വർക്കിംഗ് ക്ലാസ് വാസ് നോട്ട് കാപ്പബിൾ ഓഫ് സേവിങ്. വർക്കിംഗ് ക്ലാസ്സിന് എന്ത് സംഭവിക്കില്ല, അഥവാ അവർക്ക് എന്തിനുള്ള കഴിവില്ല? സേവിങ്ങിന് കഴിവില്ല. അതിന് കാരണമായിട്ടൊരു തിയറി ഉണ്ട്. ഇറ്റ് ഈസ് വേജസ് ഫണ്ട് തിയറി ഓർ അയേൺ ലോ ഓഫ് വേജസ്. അയേൺ ലോ ഓഫ് വേജസ് എന്താണെന്ന് പറയുന്നത് വെച്ചാൽ വേജസ് ആർ ഓൾവേസ് ഈക്വൽ ടു സബ്സിസ്റ്റൻസ്. വർക്കേഴ്സിന് കൊടുക്കുന്ന വേജ് അഥവാ അവർക്ക് കൊടുക്കുന്ന കൂലി എന്ന് പറഞ്ഞാൽ സബ്സിസ്റ്റൻസ് ആയിരിക്കണം. സബ്സിസ്റ്റൻസ് മീൻസ് എന്താണ്? അവരുടെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ളത് മാത്രം. സേവിങ്ങിന് എന്ത് ചെയ്യാൻ പാടില്ല? അവർക്കൊന്നും അക്യുമുലേറ്റ് ചെയ്യാൻ പാടില്ല. സോ ആ രൂപത്തിലാണ് അയേൺ ലോ ഓഫ് വേജസ് ഓർ വേജസ് ഫണ്ട് തിയറി. ദെൻ നെക്സ്റ്റ് ആണ് പ്രോഫിറ്റ്സ് ദ ഇൻസെൻറ്റീവ് ടു ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ്, അക്യുമുലേഷൻ ഓഫ് ക്യാപിറ്റൽ ഉണ്ടാകുന്നത് തന്നെ പ്രോഫിറ്റ് കണ്ടിട്ടാണ്. പ്രോഫിറ്റ് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്യുന്നത് അഥവാ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുന്നത്. സോ ഇൻവെസ്റ്റ്മെൻറ്റിന് കാരണം എന്താണ്? ഓൾറെഡി നമ്മൾ പറഞ്ഞു പ്രോഫിറ്റ് ഇൻഡ്യൂസ് ഇൻവെസ്റ്റ്മെൻറ്റ്. സോ പക്ഷേ ഈ ഒരു പ്രോഫിറ്റ് എപ്പോഴും കൂടിക്കൊണ്ടിരിക്കില്ല കേട്ടോ.
Profit tend to fall with economic progress when the rate of the capital accumulation increases. ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എക്കോണമിയിൽ. ഒരുപാട് പേര് അഥവാ ഒരുപാട് ക്യാപിറ്റലിസ്റ്റ് ഇത് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന സമയത്ത് എന്താകും, പതിയെ പ്രോഫിറ്റ് ഡിക്ലൈൻ ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് ഡിക്ലൈനിങ് പ്രോഫിറ്റ്. ദസ് ദ ഗ്രോത്ത് ഓഫ് എക്കണോമീസ് ക്യാപിറ്റൽ സ്റ്റോക്ക് കോമ്പറ്റീഷൻ എമംഗ് എന്റർപ്രൈനേഴ്സ് ഫോർ സ്കേഴ്സ് ലേബർ ടെൻസ് ടു ബിഡ് അപ്പ് വേജസ് ആൻഡ് ദെർബൈ ലോവേഴ്സ് പ്രോഫിറ്റ്. അവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഒരുപാട് ക്യാപിറ്റലിസ്റ്റുകൾ എക്കോണമിയിൽ വരുന്നു. ഇവരെല്ലാവരും എന്ത് ചെയ്യുന്നു, ഒരുപാട് ക്യാപിറ്റലിസ്റ്റുകളുണ്ട്, അവർക്ക് ആവശ്യമായിട്ടുള്ള ലേബേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവും. അങ്ങനെ ആ ലേബേഴ്സിൻ്റെ ഡിമാൻഡ് കൂടിക്കഴിഞ്ഞാൽ ലേബേഴ്സ് എന്ത് ചെയ്യും, അവരുടെ വേജ് കൂട്ടണമെന്ന് പറഞ്ഞു പോകും. ഓക്കെ, സോ അവർ അതിന് ബിഡ് ചെയ്യും, അവരത് ചലഞ്ച് ചെയ്യും, അവരുടെ വേജ് കൂട്ടണം. അങ്ങനെ വേജ് കൂട്ടേണ്ടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ക്യാപിറ്റലിസ്റ്റുകൾക്ക് അത്രയും കാലം കിട്ടിക്കൊണ്ടിരിക്കുന്ന പ്രോഫിറ്റ് എന്താകും, കുറഞ്ഞു വരും. ഓക്കെ, നെക്സ്റ്റ് ഗ്രോത്ത് ഏജൻസ് നമ്മൾ പറഞ്ഞു 3 ഏജൻസിനെയാണ് ആഡം സ്മിത്ത് ഗ്രോത്ത് ഏജൻസ് ആയിട്ട് കണക്കാക്കിയിട്ടുള്ളത്. ദേ ആർ ഫാർമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ബിസിനസ്മാൻ. മെയിനായിട്ട് ഓർക്കുക, ഫാർമേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ബിസിനസ്മാൻ 3 ആളുകളാണ്. അവരുടെ 3 പേരുടെയും ഫംഗ്ഷൻ എന്താണ്, ഇന്റർ ഡിപ്പെൻഡൻ്റ് ആണ്. ഫംഗ്ഷൻ ഈസ് ഇന്റർ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, ഇനി അഗ്രികൾച്ചറൽ സർപ്ലസ് ഉണ്ടാകുമ്പോഴാണ് എന്തുണ്ടാകുന്നത്, അഗ്രികൾച്ചറൽ മേഖലയിലുള്ള ആ ഒരു സർപ്ലസ് ആണ് മറ്റു മേഖലകളിലും വളർച്ച ഉണ്ടാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. കൊമേഴ്സ് ആൻഡ് ബിസിനസ് ഫീൽഡിലും ഒരു നല്ല വളർച്ച ഉണ്ടാകണമെങ്കിൽ അഗ്രികൾച്ചറൽ സർപ്ലസ് ഉണ്ടാവണം എന്നാണ് ആഡം സ്മിത്തിൻ്റെ തിയറിയിൽ മെയിനായിട്ട് പറയുന്നത്. ദെൻ ഗ്രോത്ത് പ്രോസസ്സിൽ ഗ്രോത്ത് ഇസ് എ ഡയറക്റ്റ് ഫംഗ്ഷൻ ഓഫ് പോപ്പുലേഷൻ ആൻഡ് സേവിങ്സ്. ഓക്കെ, പോപ്പുലേഷനും സേവിങ്സിൻ്റെയും ഡയറക്റ്റ് ഫംഗ്ഷൻ ആയിട്ടാണ് ആഡം സ്മിത്ത് ഗ്രോത്തിനെ കണക്കാക്കുന്നത്. അപ്പോൾ പോപ്പുലേഷനും സേവിങ്സും ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, സ്വാഭാവികം, പോപ്പുലേഷൻ കൂടി അതുപോലെ സേവിങ്സ് കൂടി മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യും. മാത്രമല്ല ഡിവിഷൻ ഓഫ് ലേബറും ഉണ്ടാവും. കാരണം ഒരുപാട് പേരുണ്ട്, പോപ്പുലേഷൻ കൂടുക എന്ന് പറഞ്ഞാൽ വർക്ക് ഫോഴ്സ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് ഫോഴ്സ് കൂടിക്കൊണ്ടിരുന്നാൽ ആളുകളുടെ ആ ഒരു ലേബർ, അവരുടെ ജോലികൾ എന്ത് ചെയ്യാൻ പറ്റും, ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ ഡിവിഷൻ ഓഫ് ലേബർ ടേക്സ് പ്ലേസ് ഉണ്ടാവും. അങ്ങനെ ഡിവിഷൻ ഓഫ് ലേബർ എന്തിന് കാരണമാകും, സ്പെഷ്യലൈസേഷന് കാരണമാകും. ആ സ്പെഷ്യലൈസേഷനിലൂടെ പ്രൊഡക്ടിവിറ്റിക്ക് കാരണമാകും. ആ പ്രൊഡക്ടിവിറ്റി ഓഫ് ലേബർ ഇൻക്രീസസ്. ഇങ്ങനെയാണ് ഗ്രോത്ത് പ്രോസസ്സ് എന്നാണ് ആഡം സ്മിത്ത് പറയുന്നത്. സോ ആൻഡ് ഓൾസോ ദ പ്രോസസ് ഓഫ് ഗ്രോത്ത് ഈസ് ക്യൂമുലേറ്റീവ്. എന്താണ് ക്യൂമുലേറ്റീവ്, ഒന്നിന് മുകളിൽ ഒന്നായി അതിനാണ് നമ്മൾ ക്യൂമുലേറ്റീവ് അഥവാ ആഡ് ചെയ്ത് പോകുന്നതാണ് ക്യൂമുലേറ്റീവ്. അപ്പോൾ ഗ്രോത്ത് പ്രോസസ്സ് ഒരു ക്യൂമുലേറ്റീവ് പ്രോസസ്സ് ആണെന്നാണ് ആഡം സ്മിത്ത് പറയുന്നത്. ദെൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടാകും, ടെക്നിക്കൽ പ്രോഗ്രസ് ഉണ്ടാകും, ഇൻക്രീസ് ഇൻ പോപ്പുലേഷൻ ഉണ്ടാകും. കാരണം എന്താണ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും ആളുകളുടെ. സോ എന്താണ്, മരണനിരക്ക് കാര്യങ്ങളൊക്കെ കുറയും. സോ എഗെയിൻ എന്ത് ചെയ്യും, ഓൾറെഡി പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് നമുക്ക് ക്യാപിറ്റൽ അക്യുമുലേഷനും അതേപോലെ ലേബർ ഫോഴ്സും ഒക്കെ കൂടുന്നു, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു. ആൻഡ് ഫർദർ ദിസ് ഇസ് വൈസ് വേഴ്സ ഓൾസോ. അങ്ങനെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുമ്പോൾ വീണ്ടും പോപ്പുലേഷൻ ഗ്രോത്ത് സംഭവിക്കുന്നു. ദെൻ അതെന്തിന് കാരണമാകുന്നു, മാർക്കറ്റ് എക്സ്പാൻഷന് കാരണമാകുന്നു, അത് ഡിവിഷൻ ഓഫ് ലേബറിന് കാരണമാകുന്നു. സോ നമുക്ക് പറയാം ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ആൻഡ് ഓൾസോ എ സ്റ്റഡി പ്രോസസ്സാണ്. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇസ് therefore steady and continuous. Economic development is therefore steady and continuous. Okay, next is സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ സ്റ്റേഷനറി സ്റ്റേറ്റ് എന്താണ്, ഫൈനലി ഇങ്ങനെ ഒരുപാട് വലിയ ഗ്രോത്തിലെത്തുന്നു, പക്ഷെ ഫൈനലി പ്രോഫിറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു നമ്മൾ പറഞ്ഞു. കാരണം ഒരുപാട് ക്യാപിറ്റൽ അക്യുമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലേബറിൻ്റെ ഡിമാൻഡും കാര്യങ്ങളൊക്കെ കൂടുന്നു, അവർ വേജിനും കാര്യങ്ങൾക്കും ബിഡ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ അവരുടെ പ്രോഫിറ്റ് കുറയും, ഈ ഒരു ക്യാപിറ്റൽസിൻ്റെ പ്രോഫിറ്റ് കുറയും. പതിയെ എക്കോണമിക്ക് ഒരു മന്ദഗതി സംഭവിക്കും. ഇതെന്ത് സംഭവിക്കും, ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിലോട്ട് എത്താനുള്ള ചാൻസ് ഉണ്ട്. അതിനുള്ള കാരണങ്ങളായിട്ട് പറയുന്നത് സ്കേഴ്സിറ്റി ഓഫ് നാച്ചുറൽ റിസോഴ്സസ് പുട്സ് ആൻ എൻഡ് ടു ദ ഗ്രോത്ത് പ്രോസസ്. നാച്ചുറൽ റിസോഴ്സുകൾ നമ്മൾ എക്കണോമിക്സ് പഠിക്കുമ്പോൾ തന്നെ പറയാറുണ്ട് അല്ലേ, റിസോഴ്സസ് ആർ സ്കേഴ്സ് ബട്ട് വാണ്ട്സ് ആർ അൺലിമിറ്റഡ്. സോ ഈ ഒരു നാച്ചുറൽ റിസോഴ്സസിൻ്റെ സ്കേഴ്സിറ്റി എന്ന് തന്നെയാണ് ആക്ച്വലി ഈ ഒരു സ്റ്റേഷനറി സ്റ്റേറ്റിലേക്ക് അഥവാ ഒരു മന്ദഗതിയിലേക്ക് എത്തിക്കാനുള്ളൊരു കാരണം. അപ്പോൾ മെയിനായിട്ട് ഓർക്കുക, എക്കണോമിക് ഗ്രോത്ത് ഒരു എൻഡ്ലെസ് പ്രോസസ്സ് ഒന്നുമല്ല, അതിനും ഒരു എൻഡ് ഉണ്ട്. ഓക്കെ, ദെൻ ഈ ഒരു വർക്കേഴ്സ് തമ്മിലുള്ള കോമ്പറ്റീഷൻ, ഇവിടെ വർക്കിംഗ് ക്യാപിറ്റലാണ് ഉദ്ദേശിക്കുന്നത്. സോ ഈ ക്യാപിറ്റലിസ്റ്റുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ എന്തിന്, വേജ് റേറ്റ് അതേപോലെ പ്രോഫിറ്റ് ഫോളോ ചെയ്യും. ഓക്കെ, പ്രോഫിറ്റ് ഫോളോ ചെയ്യും. വേജ് റേറ്റിൻ്റെ കാര്യത്തിൽ ഇവർ കോമ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി പോകും, പ്രോഫിറ്റ് ഫോളോ ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് കുറയാൻ തുടങ്ങും.
ഓക്കെ, പ്രോഫിറ്റ് ആണല്ലോ ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻഡ്യൂസ് ചെയ്യുന്ന ഒരു കാര്യം. സോ അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. അങ്ങനെ എന്ത് സംഭവിക്കും? സ്റ്റേഷനറി സ്റ്റേറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് ആ ഒരു കണ്ടീഷൻ എന്തായിരിക്കും? ഒരു സ്റ്റാഗ്നൻറ്റ് കണ്ടീഷൻ ആയിരിക്കും. എക്കണോമി വിൽ റീച്ച് ഇൻ എ സ്റ്റേറ്റ് ഓഫ് സ്റ്റാഗ്നേഷൻ. ഓക്കെ, സ്റ്റാഗ്നേഷൻ പറഞ്ഞാൽ എന്താണ്? ഒരു കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ. അതാണ് സ്റ്റേഷനറി സ്റ്റേറ്റ്. അപ്പോൾ റേറ്റ് ഓഫ് അക്യുമുലേഷൻ നോക്കാം. ഇത് ടൈം, എക്സ് ആക്സിസിൽ ടൈമാണ്, വർഷങ്ങൾ പോകുന്നതിനനുസരിച്ച്. ഇത് ക്യാപിറ്റൽ റേറ്റ് ഓഫ് അക്യുമുലേഷൻ ആണ്. ഓക്കെ, ആ അക്യുമുലേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ്, അക്യുമുലേഷൻ, പ്രോഫിറ്റ് കാര്യങ്ങൾ എല്ലാം അതിങ്ങനെ കൂടി വരികയാണ്. ആൻഡ് ഒരു സ്പെസിഫിക് പോയിന്റിൽ എത്തുന്നതോടുകൂടി പിന്നീട് അങ്ങ് ഫർദർ ഗ്രോത്ത് ഇല്ല, സ്റ്റഡി സ്റ്റേറ്റിലുള്ള പോക്കാണ്. ഓക്കെ, അതാണ് ആ ഒരു ഗ്രാഫ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ എന്തൊക്കെയാണ് ആദം സ്മിത്തിൻ്റെ തിയറിയിലുള്ള ക്രിറ്റിസിസംസ്? ഓക്കെ, ക്രിറ്റിസിസംസ് ആക്ച്വലി നമ്മൾ അസംഷൻസ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് അതിൻ്റെ ക്രിറ്റിസിസംസ്. വൺ ഈസ് റിജിഡ് ഡിവിഷൻ ഓഫ് സൊസൈറ്റി. ഓക്കെ, അതായത് ആദം സ്മിത്ത് വെറും 2 ക്ലാസ്സുകളെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. വൺ ഈസ് ക്യാപിറ്റലിസ്റ്റ് ആൻഡ് വൺ ഈസ് വർക്കേഴ്സ്. ഇതിലൊരു മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അവരെ കുറിച്ചൊന്നും അദ്ദേഹം പറയുന്നില്ല. സോ നോ മിഡിൽ ക്ലാസ്, ഓൺലി 2 classes, capitalist and workers. Then perfect competition or laissez-faire. നമ്മൾ മൈക്രോ എക്കണോമിക്സിൽ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, പെർഫെക്റ്റ് കോമ്പറ്റീഷനും മൊണോപ്പൊളിയും വളരെ പ്യുവറായിട്ട് എന്ത് ചെയ്യില്ല, എക്കോണമിയിൽ എക്സിസ്റ്റ് ചെയ്യില്ല. അതൊരു ഭയങ്കരമായിട്ടുള്ള ഐഡിയൽ കണ്ടീഷനാണ്. ഓക്കെ, സോ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്നുള്ളത് സാധ്യമായൊരു കാര്യമല്ല. സോ അത് ഒരു ഡ്രോബാക്ക് ആണ്. ആൻഡ് ഓൾസോ laissez-faire, തീരെ മാർക്കറ്റിൽ ഇൻ്റർവെൻഷൻ ഇല്ലാതെ ഒരു മാർക്കറ്റ് വർക്ക് ചെയ്യുക എന്നുള്ളത് സാധ്യമല്ല. ദെൻ വൺ സൈഡഡ് സേവിങ് ബയാസ്. നമ്മൾ പറഞ്ഞു ഈ ഒരു വർക്കേഴ്സ് ഒരിക്കലും സേവ് ചെയ്യില്ല, ക്യാപിറ്റലിസ്റ്റുകൾ മാത്രമേ സേവ് ചെയ്യുള്ളൂ. ദാറ്റ് മീൻസ് വൺ സൈഡഡ് സേവിങ് ആണ്. അപ്പോൾ ആ ഒരു ബയാസ് ഇദ്ദേഹത്തിൻ്റെ ഡ്രോബാക്ക് ആണ്. നെക്സ്റ്റ് ഈസ് എൻ്റർപ്രനർ സബ്സ്യൂംഡ് ഇൻ ദ ക്യാപിറ്റലിസ്റ്റ്. എൻ്റർപ്രനർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റർപ്രനർ ഉണ്ടാവാം, പക്ഷേ അദ്ദേഹം അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അദ്ദേഹം എന്താണ്, ക്യാപിറ്റലിസ്റ്റ് എന്നുള്ള ഒരു കൺസെപ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഓൺട്രപ്രനറേയും കൂട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതും ഒരു ഡ്രോബാക്ക് ആണ്. എൻ്റർപ്രനർ എന്നുള്ള കൺസെപ്റ്റ് അദ്ദേഹം പറയുന്നില്ല. ദെൻ സ്മിത്ത്സ് മോഡൽ ഈസ് സ്റ്റാറ്റിക് മീൻസ് ഇത് ഡൈനാമിക് അല്ല, അഥവാ ഇതിനൊരു സീക്വൻസ് ഒന്നുമില്ല, ഒരു ഗ്രോത്ത് സീക്വൻസ് ഒന്നുമില്ല. അദ്ദേഹത്തിൻ്റെ മോഡൽ എന്താണ്, ഒരു സ്റ്റാറ്റിക് ആയിട്ടാണ് പോകുന്നത്. പിന്നെ നമ്മൾ പ്രത്യേകം ഓർക്കുക, മോഡൽ ഈസ് അപ്ലിക്കബിൾ ഓൺലി ടു ദ ട്രഡീഷണൽ സൊസൈറ്റി ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആൻഡ് സം പാർട്സ് ഓഫ് യൂറോപ്പ്. ഇത് ഒരു തിയറി ആകുമ്പോൾ എല്ലായിടത്തേക്കും ആപ്ലിക്കബിൾ ആവണം. ഓക്കെ, പക്ഷേ ഈ ഒരു തിയറി ഗ്രേറ്റ് ബ്രിട്ടനിലും യൂറോപ്പിലെ ചില ഭാഗങ്ങളിലും മാത്രമായിരുന്നു ആപ്ലിക്കബിൾ ആയിരുന്നത്. അങ്ങനത്തെ സൊസൈറ്റി ആയിരുന്നു, ആ സമയത്തെ സൊസൈറ്റി ആയിരുന്നു ക്യാപിറ്റലിസ്റ്റ് വർക്കേഴ്സ് രൂപത്തിലുള്ള, മിഡിൽ ക്ലാസ്സുകളൊന്നും കൂടുതലില്ലാത്തൊരു സൊസൈറ്റി ആയിട്ടുണ്ടായിരുന്നത്. സോ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, എല്ലാ സൊസൈറ്റിയിലോട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അതെല്ലാം ഇതിൻ്റെ ഡ്രോബാക്ക് ആണ്. ഓക്കെ, ദെൻ നമുക്ക് കുറച്ച് PYQs നോക്കാം. ഈ ഒരു ഭാഗത്തു നിന്ന് എങ്ങനെയൊക്കെയാണ് PYQs വരുന്നത്? സോ നിങ്ങളൊന്ന് പറയൂ. ക്ലാസിക്കൽ മോഡൽ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എംഫസൈസസ്. ക്ലാസിക്കൽ മോഡൽ എന്തൊക്കെയാണ്? laissez-faire ഉണ്ടോ? അതേ ഉണ്ട്. ക്യാപിറ്റൽ അക്യുമുലേഷൻ ഉണ്ടോ? അതേ ഉണ്ട്. സോ ദ ആൻസർ വിൽ ബി ബോത്ത് A and B. അപ്പോൾ നമ്മുടെ എക്സാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് എഴുതാനുള്ള തിടക്കത്തിൽ നമ്മൾ laissez-faire എന്ന് കാണുമ്പോഴേക്കും എന്ന് പോയിട്ട് എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ എല്ലാ ഇതും വായിച്ച് നോക്കുക. ഒരു പക്ഷേ ബോത്ത് A and B എന്നുള്ള രൂപത്തിലുള്ള ഓപ്ഷൻസ് അവിടെ ഉണ്ടായിരിക്കും. സോ ആൻസർ ഇസ് ബോത്ത് A and B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദം സ്മിത്ത് കോൺട്രിബ്യൂഷൻസ് ആർ. എന്തൊക്കെയാണ് ആദം സ്മിത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ്? ഇത് വളരെ റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡിവിഷൻ ഓഫ് ലേബർ. ആദം സ്മിത്ത് ഡിവിഷൻ ഓഫ് ലേബറിനെ എംഫസൈസ് ചെയ്യുന്നുണ്ട്. ദെൻ നോഷൻ ഓഫ് ഇൻക്രീസിങ് റിട്ടേൺസ്. തീർച്ചയായും അദ്ദേഹം ഇൻക്രീസിങ് റിട്ടേൺസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ ഡിമിനിഷിങ് റിട്ടേൺസ് ഇല്ല, അദ്ദേഹം ഡിമിനിഷിങ് റിട്ടേൺസിനെ കുറിച്ച് പറയുന്നില്ല. ദെൻ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, അതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. സോഷ്യലി നെസസറി അബ്സ്ട്രാക്റ്റ് ലേബർ ടൈം, അതിനെക്കുറിച്ചും അദ്ദേഹം പറയുന്നില്ല. സോ കറക്റ്റ് ഓപ്ഷൻ A and B ഓൺലി. സോ A is the right answer. നെക്സ്റ്റ്, ആദം സ്മിത്ത് അഡ്വക്കേറ്റഡ്. എന്തൊക്കെയാണ് ആദം സ്മിത്ത് അഡ്വക്കേറ്റ് ചെയ്തിട്ടുള്ള ഐഡിയാസ്? വൺ ഇസ് laissez-faire ഉണ്ട്, ഇൻവിസിബിൾ ഹാൻഡ് ഉണ്ട്, ഫ്രീ ട്രേഡ് പോളിസി ഉണ്ട്, കോമ്പറ്റേറ്റീവ് മാർക്കറ്റ് ഉണ്ട് അല്ലേ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് നമ്മൾ പറഞ്ഞു. ഫ്രീ ട്രേഡ് അഥവാ laissez-faire, നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. ഇൻവിസിബിൾ ഹാൻഡ് മാർക്കറ്റ് മെക്കാനിസം. laissez-faire നമ്മൾ ഓൾറെഡി പറഞ്ഞു, നോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. സോ എന്തൊക്കെയാണ്, എല്ലാം ഉണ്ട് അല്ലേ. സോ 1, 2, 3, 4 ആൻസർ ഇസ് D. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ഓക്കെ, ദെൻ നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്താണെന്ന് വെച്ചാൽ
ക്ലാസിക്കൽ തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റിലെ ആദ്യത്തെ തിയറി ആയിട്ടുള്ള ആദം സ്മിത്ത് തിയറി ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഏതൊരു എക്കണോമിക്സ് പഠിക്കുന്ന സ്റ്റുഡൻറ്റും ആദം സ്മിത്തിനെ പഠിക്കാതെ പോവില്ല. സോ അതാണ് ഇന്ന് നമ്മൾ പഠിച്ചത്. അതിൽ കുറച്ച് ഡീപ്പായിട്ടുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകളെല്ലാം നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് ക്ലാസ് ഇസ് ഹെൽപ്ഫുൾ ആൻഡ് താങ്ക് യു. ഗ്രീറ്റിംഗ്സ് ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ. ദിസ് ഈസ് മൂസിന സൈനിങ് ഓഫ്.